ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾക്കൊപ്പം ഏപ്രിൽ 26-ന് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കുമൊപ്പം ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ തവണകൾക്ക് സമാനമായി ഇത്തവണയും ഒറ്റഘട്ടമായാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുക. ആകെ 7 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഫലപ്രഖ്യാപനം എല്ലാ സംസ്ഥാനങ്ങൾക്കുമൊപ്പം ജൂൺ 4-ന് നടക്കും. കേരളത്തിലെ ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ മാർച്ച് 28-ന് വിജ്ഞാപനം പുറത്തിറങ്ങും. ഏപ്രിൽ 4-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-നാണ്. കേരളത്തിനൊപ്പം കർണാടകയിലെ 14 മണ്ഡലങ്ങൾ, മധ്യപ്രദേശിലെ 7, മഹാരാഷ്ട്രയിലെ 8, രാജസ്ഥാനിലെ 13, ഉത്തർപ്രദേശിലെ 8-ഉം ബംഗാളിലെ 3-ഉം ജമ്മു കാശ്മീരിലെ 1-ഉം ഉൾപ്പെടെ 89 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇനി 40 ദിവസമാണ് ഈ മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്താൻ കാത്തിരിക്കേണ്ടത്. ജനം, ഡൽഹി.